ഒരു ശരാശരി ബി.എഡ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവേഷൻ അതൊരു കടമ്പ തന്നെയാണ്. അങ്ങനെ നോക്കിയിരുന്ന് എനിക്കും വന്ന ഒബ്സർവേഷൻ. ബിന്ദു ടീച്ചറിനെ കണ്ടപാടെ എന്റെ കിളിയൊക്കെ പോയി. പിന്നെ ഒരു 5-6 മിനിറ്റ് എന്താണ് ഉണ്ടായെന്നൊക്കെ ചോദിച്ചാ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ നേരെ ബോധം വന്നതിന് ശേഷം ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി കയറിയായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ചു എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിച്ചെന്ന്. പിന്നെ എന്റെ ക്ലാസ് ഒക്കെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ബിന്ദു ടീച്ചർ എന്നെ പിടിച്ചെടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി തണുത്തൊരു വെള്ളം കുടിച്ചു. നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് ബോൾ ബാഡ്മിന്റൺ ജില്ലാതല മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞാനും ഗോകുൽ സാറും കൂടെ കുറെ നേരം അവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കായിരുന്നു ഒബ്സർവേഷൻ. ഇന്ന് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, റോബോട്ടിക് ഫെസ്റ്റ്. സ്കൂളിലെ ലിറ്റിൽ കാറ്റ്സിലെ പിള്ളേരാണ് ഇത് ചെയ്തേക്കുന്നത്. IT ലാബിൽ വെച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ തന്നെ അവിടെ പിള്ളേരെല്ലാവരും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ വിവരിച്ചു തരുന്നുണ്ടായിരുന്നേ. അവർ ഓരോരുത്തരും ചെയ്ത സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ചോദിച്ചു പഠിച്ചു. പിന്നെ എല്ലാ ക്ലാസ്സിൽ നിന്ന് പിള്ളേർ വന്ന് ഓരോരുത്തരായിട്ട് കാണാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവനാണ് അടുത്ത ഒബ്സർവേഷൻ. ദീപ്തി ടീച്ചറാണ് വന്നത്. അത് അഖിലയ്ക്കും നീതുവിനും. ഇന്ന് ഫുള്ളൊരു ഒബ്സർവേഷൻ മയമായിരുന്നു. അങ്ങനെ എല്ലാം ശുഭമായി അവസാനിച്ചിരിക്കുന്നു.